ബൈബിൾ പറഞ്ഞു വെക്കുന്നുണ്ട്, കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. ശ്രീബുദ്ധൻ പറയുന്നു, എത്തിച്ചേരുക എന്നതിനേക്കാൾ പ്രധാനം യാത്ര തുടങ്ങുക എന്നതിനാണെന്ന്. നമ്മിൽ പലരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ചെറിയ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളേ ഉള്ളൂ, പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന്. സത്യത്തിൽ ഓരോ മനുഷ്യർക്കും ഇത് പറഞ്ഞ് സ്വയം സമാധാനിക്കാനുള്ള മാനസികമായ ഒരടവാണ് എന്ന് കണ്ണും പൂട്ടി നമുക്ക് പറയാൻ സാധിക്കും. ഏത് കാര്യവും തുടങ്ങാൻ നല്ല ദിവസം നോക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ അത് ഒരു ചെറിയ പങ്ക് വഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തെറ്റു പറയാനില്ല. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷേ മടിമൂലമാകും നാം പലതും തുടങ്ങാൻ കാലതാമസം വരുത്തുന്നത്. നാളെയാവട്ടെ, എല്ലാം ശരിയാവട്ടെ, തീരുമാനമാകട്ടെ, പിന്നെയാവട്ടെ എന്നിങ്ങനെയുള്ള ചിന്തകൾ ചില കാര്യങ്ങൾ തുടങ്ങാൻ ഒരിക്കലും കഴിഞ്ഞില്ലെന്ന് വരാം. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാരിപു എന്ന ചൊല്ലിൽ ഏറെ കഴമ്പുണ്ട്. നമ്മുടെയൊക്കെ ശത്രു നമ്മിൽ തന്നെയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി നിങ്ങളുടെ കണ്ണാടിയിലുണ്ടെന്ന് പറയാറുണ്ട്. അവനെ തോൽപ്പിച്ചാൽ മതി. അത് മറ്റൊന്നുമല്ല, മടിയാണ് താനും. ക്ഷീണിക്കുന്നതിന് മുമ്പ് തന്നെ വിശ്രമിക്കണമെന്ന തോന്നൽ മടിയുടെ പ്രത്യക്ഷ ലക്ഷണമാണെന്ന് പറയാറുണ്ട്. കഴിവില്ലായ്മയല്ല, ധൈര്യമില്ലായ്മയാണ് ഏറ്റവും വലിയ തോൽവി. നമുക്കേറെ പ്രിയങ്കരങ്ങളായ ചില വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 5ാം ക്ലാസ്സിൽ ക്രിക്കറ്റ് കളിക്കുവാൻ ആരംഭിച്ചു. 24 വർഷത്തെ വിശ്രമമില്ലാതെ അദ്ദേഹം ഓടി. ഇന്ന് ക്രിക്കറ്റിൻ്റെ ദൈവമായി മാറി. ഇളയരാജ സിനിമാ അവസരമില്ലാതെ വർഷങ്ങൾ കഴിച്ചു. പക്ഷേ ഒരു ദിവസം പോലും സംഗീതം മാറ്റി നിർത്തിയിട്ടില്ല. ഇന്ന് ഇളയരാജ ഇന്ത്യയുടെ സംഗീത ചക്രവർത്തിയായി. MD വാസുദേവൻ നായർ ചെറുകഥകളോടെ തുടങ്ങി ഓരോ ദിവസവും എഴുതി. മലയാള സാഹിത്യത്തിൻ്റെ നെടുംതൂണായി മാറി. അതെ, പരാജയം ഒരു അവസാനമല്ല, ആരംഭത്തിൻ്റെ പാഠമാണ്. നിങ്ങളുടെ ചെറുപ്പം പ്രായത്തിലല്ല, മനസ്സിലാണ്. അതുകൊണ്ട് ഏതു പ്രായത്തിലും സ്റ്റാർട്ട് നൗ, ഉടൻ തുടങ്ങുക.